ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പാർക്കിങ് കിട്ടാതെ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഈ ലൈറ്റുള്ള ബലൂണൊക്കെ ഇങ്ങനെ കൊണ്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഇവന് വേണമെന്ന് ഒരേ വാശി. പിന്നെ വേറെ രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ ബലൂൺ വിൽക്കുന്ന ആളെ നമ്മൾ ഇങ്ങനെ റോഡിലേക്ക് വിളിച്ചിട്ടാട്ടോ വാങ്ങിയിട്ട്. കാരണം അങ്ങനെ റോഡ് സൈഡിലൊന്നും വണ്ടി നിർത്തിടാൻ പറ്റില്ലല്ലോ. ഞങ്ങളൊന്നും മതിയെന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം വാങ്ങിക്കോളൂ, 2 കുട്ടികളില്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നിട്ട് അവർ. ഇവരിങ്ങനെ കുറേ ആൾക്കാരുണ്ട്, നാടോടികളായിട്ട് വന്നാന്ന് തോന്നുന്നുണ്ട്. അവർ കുട്ടികളും ഒക്കെ ആയിട്ട് ഫാമിലി ആയിട്ടാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഒന്നും മതിയെന്ന് പറഞ്ഞാലും ഭക്ഷണത്തിനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്ങനെ ഓരോന്ന് പറയുന്നിട്ടോ ഓല്. പിന്നെ ഞങ്ങളിത് 2 ബലൂണും വാങ്ങിച്ചു. അങ്ങനെ ഓന് ഹാപ്പി ആയിട്ട്. ഞങ്ങളിപ്പോഴും പാർക്കിങ് കിട്ടാതെ ഇവിടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ആരെങ്കിലും വണ്ടി ഇരിക്കുകയാണെങ്കിൽ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇതുവരെ ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഏകദേശം 11 മണിയാവാനായിട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഭയങ്കര റഷാണ്, നല്ല തിരക്കുണ്ട്. എല്ലാവരും ബീച്ചിൽ തന്നെയാണ്. അവിടെ ആരും പോണ ഒരു ലക്ഷണവും കാണുന്നില്ല. വണ്ടി നിർത്താനാണെങ്കിൽ 1 ഇഞ്ച് പോലും സ്ഥലമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ആരെങ്കിലും വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ അങ്ങോട്ട് കയറ്റിയിട്ട് ഞങ്ങൾക്കൊന്ന് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞങ്ങൾ പിന്നെ തിരിച്ച് പോകാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. സമയം കുറേ ആയും ചെയ്തു. അപ്പോഴാണ് ഒരു വണ്ടി എടുത്ത് പോയത്. അപ്പോൾ വേഗം ഞങ്ങളവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് ബീച്ചിലേക്ക് ഇറങ്ങി കേട്ടോ. ഇവിടെ വരെ വന്നിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കുട്ടികളൊക്കെ കൊണ്ടിട്ട് ബീച്ചിൽ കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ച് നിന്നു കേട്ടോ. പകൽ വരുമ്പോഴാണ് കടലിൽ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റുക. പക്ഷേ രാത്രിയിലും കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇവനങ്ങനെ വെള്ളത്തിൽ ഇറങ്ങണതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അവന് മണലിലായിരുന്നു മെയിനായിട്ടും എൻ്റെ കളി. പിന്നെ കുറച്ച് നേരത്തെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളിതാ തിരിച്ചു കേട്ടോ. കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ലേറ്റ് ആവും, അല്ലെങ്കിൽ തന്നെ ലേറ്റായി. ഇനി കുട്ടികളൊക്കെ ഉറങ്ങുന്ന മുന്നേ നമുക്ക് പോരാന്ന് വിചാരിച്ചു. ഇവൻ മണലിൽ ഭയങ്കര ചാടിക്കളിയൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് പോരിന് മുന്നായിട്ട് 2 ചെരണ്ടീസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ വേഗം പോകുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഈ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹെഡ്ഫോണ്, അതുപോലെ ഗ്ലാസ്സുകൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ ഇവനിതാ ഒരു കണ്ണട വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിയതാണ്. ഓനെക്കാട്ടിലും വലുപ്പമുള്ളൊരു കണ്ണട കേട്ടോ വാങ്ങിച്ചത്. കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ചെറിയ കണ്ണടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പക്ഷേ അതെനിക്കൊന്നും വേണ്ട പറഞ്ഞു. ഓനക്ക് പറ്റിയതാ ഇതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.